ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറെ കാത്തിരുന്ന നിമിഷങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയൻ സീരീസിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തിരിച്ചു വന്നത്. അതെ, അവരുടെ തിരിച്ചുവരവിനായി കാത്തിരുന്നവരാണ് ആരാധകർ എല്ലാവരും തന്നെ. പക്ഷെ തിരിച്ചുവരവിലെ ആദ്യ മത്സരം അമ്പെ പരാജയമായിരുന്നു ഇന്ത്യക്ക്. മഴയുടെ ഒരു പ്രശ്നം തന്നെയായിരുന്നു ആദ്യ ഓഡിഐയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. രണ്ടാമത്തെ ഓഡിഐയിൽ രോഹിത് ശർമ്മ 74 റൺസുകൾ നേടിക്കൊണ്ട് ഒരു തുടക്കം കുറിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോഴും കോഹ്ലി പരാജിതനായിരുന്നു. പക്ഷേ മൂന്നാമത്തെ ഓഡിഐയിൽ വൈറ്റ് വാഷിന്റെ വക്കിൽ നിന്ന ഇന്ത്യയെ വിജയത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയത് ഇതേ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമാണ്. അതാണ് എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് മാറ്റേഴ്സ് എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. ODI ക്യാപ്റ്റൻസിൽ നിന്നും രോഹിത് ശർമ്മയെ റിമൂവ് ചെയ്തപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു തിരിച്ചുവരവ് അദ്ദേഹം നടത്തുമെന്ന്. അതെ, വാശിയുള്ളവനാണ്. വാശി പിടിച്ചാൽ ഇങ്ങനെയാണ്. 202 റൺസുകളാണ് ഈ ഒരു ODI സീരീസിൽ അദ്ദേഹം നേടിയെടുത്തത്. 101 എന്ന ആവറേജ്. തന്റെ ODI കരിയറിലെ 100ാമത്തെ ക്യാച്ചും അദ്ദേഹം സ്വന്തമാക്കിയപ്പോൾ സൂചിപ്പിച്ചത് താൻ ഇപ്പോഴും ഒരു ലീഡർ തന്നെയാണെന്നാണ്. ഹർഷിത് റാണയെ കൊണ്ട് പറഞ്ഞ് സ്ലിപ്പിടിയിച്ച് അദ്ദേഹം സ്ലിപ്പിൽ പോയി നിന്ന് ആ ക്യാച്ച് എടുത്ത സുന്ദരമായ നിമിഷം നമ്മളെല്ലാവരും ഏറെ ആഹ്ലാദം കൊണ്ട് നിറച്ചതാണ്. മറുവശത്ത് വിരാട് കോഹ്ലി സംഘക്കാരെ മറികടന്ന് ODI ക്രിക്കറ്റിന്റെ ഹിസ്റ്ററിയിലെ 2ാമത്തെ മികച്ച റൺവേട്ടക്കാരനായി മാറുന്നതും നമ്മൾ കണ്ടു. എന്തായാലും സന്തോഷം നൽകിയ ഒരു ദിനമായിരുന്നു.